എം സുധീരനെതിരെ പരാതിയുമായി രമേശ് ചെന്നിത്തല ദില്ലിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം KPCCയുടെ പിടിപ്പുകേടാണെന്ന് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് വൃത്തങ്ങളെ അറിയിച്ചു. വിമത പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മറ്റ് അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി എന്തെല്ലാം കാരണങ്ങളുണ്ട്, പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തി അത് പരിശോധിച്ച് സർക്കാരിലും പാർട്ടിയിലും ചെയ്യേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയെ, ഗവൺമെൻറ്റിനെയും UDFനെയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിൽ LDF ആധിപത്യം. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 564ലും LDF ഭരിക്കും. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90ലും 86 മുനിസിപ്പാലിറ്റികളിൽ 44 എണ്ണത്തിലും LDF ഭരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളെ നിശ്ചയിച്ചപ്പോൾ LDFന് സമ്പൂർണ്ണ ആധിപത്യം. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 564 ഇടങ്ങളിലും LDF അധികാരത്തിലേറി. 332 ഗ്രാമപഞ്ചായത്തുകളാണ് UDF നേടിയത്. 14 പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലെത്തി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90 ഇടങ്ങളും LDF സാരഥി നയിക്കും. 61 ബ്ലോക്കുകളാണ് UDF നേടിയത്. 86 മുനിസിപ്പാലിറ്റിയിൽ 44 ഇടത്തും LDF അധികാരത്തിലെത്തി. 41 മുനിസിപ്പാലിറ്റികൾ UDF നേതൃത്വം നൽകും. ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം നേടി LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തുകളാണ് LDFനൊപ്പമുള്ളത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് UDF അധികാരത്തിലേറിയത്. ന്യൂസ് ഡെസ്ക്. വളപട്ടണത്ത് A ഗ്രൂപ്പിനെതിരെ സുധാകരന്റെ പ്രതികാര നടപടി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വസന്തയെ സുധാകരൻ ഇടപെട്ട് മാറ്റി. കണ്ണൂരിലെ പരാജയത്തിലുള്ള സുധാകരന്റെ പ്രതികാരമായാണ് തന്നെ മാറ്റിയതെന്ന് വസന്ത പ്രതികരിച്ചു. PK രാഗേഷ് വിഷയം മേയർ സ്ഥാനനഷ്ടത്തിലേക്ക് നയിച്ചതോടെ കോൺഗ്രസിനേറ്റ തിരിച്ചടി രാഗേഷിലൂടെയാണെന്ന് പറഞ്ഞ് I ഗ്രൂപ്പ് രക്ഷപ്പെടാനൊരുങ്ങുമ്പോൾ കണ്ണൂർ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും K സുധാകരനെതിരെ മുറവിളികൾ വന്നു തുടങ്ങി. വളപട്ടണത്തും പ്രതിധ്വനിച്ചത് ഇതായിരുന്നു. മേയർ സ്ഥാനനഷ്ടത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ച A ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുക എന്ന പ്രതികാര ബുദ്ധി K സുധാകരൻ പ്രയോഗിച്ചുവെന്ന ആക്ഷേപവുമായി വളപട്ടണത്തെ KP വസന്ത പൊട്ടിത്തെറിച്ചു. ചാനലുകളോട് സംസാരിക്കുന്നതിൽ നിന്നും I ഗ്രൂപ്പ് ഇവരെ പിടിച്ചുമാറ്റുകയായിരുന്നു. 2000 ആദ്യം ഞാൻ ജയിച്ചപ്പോഴാണ് ഇവിടെ കോൺഗ്രസ് ഭരിച്ചത്. ഇപ്പം വീണ്ടും 2015 ഞാൻ കയറുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു. അങ്ങനെ 2 തവണ കോൺഗ്രസ് കിട്ടുന്നു, പിന്നെയാണ് കിട്ടിയില്ല. അതെ, ഇവർ ചതിച്ചു. ഞാനൊരു ഏക്കാരിയായതുകൊണ്ട് ഇവിടെ ധാർഷ്ട്യം, കണ്ണൂരിലെ ധാർഷ്ട്യം വളപട്ടണത്ത് കാണിച്ചു. വോട്ട് അസാധുവാക്കി KP വസന്തയും PK രാഗേഷിന്റെ മാർഗം പിന്തുടർന്നു. ഇതിനിടെ PK രാഗേഷിന്റെ പിതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന പുതിയാറമ്പത്ത് ഗോവിന്ദന്റെ സ്മാരക സ്തൂപത്തിൽ ചുവന്ന പെയിന്റടിച്ചും കോൺഗ്രസ് പ്രതികാരം തീർത്തു. K സുധാകരന്റെ പയ്യാമ്പലം കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് PK രാഗേഷ് പ്രതികരിച്ചു. K സുധാകരന്റെ മുൻ ഡ്രൈവർ TK നിനിൽ, മാമ്പക്കാരൻ സജേഷ് തുടങ്ങിയവർ അവർ നടത്തിയ ഹീനമായ പ്രവൃത്തിയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നത്. കണ്ണൂർ ചപ്പാരപ്പടവിൽ കോൺഗ്രസ് വിമതൻ LDFനൊപ്പം മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചു. രാഗേഷിന്റെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള വെല്ലുവിളി മുതലെടുക്കാനുള്ള ശ്രമം I ഗ്രൂപ്പും തുടങ്ങിക്കഴിഞ്ഞു. അണികളെയും ഘടകകക്ഷികളെയും നേതൃത്വത്തിന്റെ നീക്കങ്ങൾ അതൃപ്തിയിലേക്ക് നയിച്ചു കഴിഞ്ഞു. AI ഗ്രൂപ്പുകൾക്കപ്പുറം രാഗേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ജില്ലയിലെ നീക്കങ്ങളും വരും കാലങ്ങളിൽ കോൺഗ്രസിന് ഭീഷണിയാവും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്രസേനയിൽ വിരമിക്കൽ പ്രായം 60 ശുപാർശ. ശമ്പളത്തിൽ 23.53%, പെൻഷനിൽ 24% വർധനയ്ക്ക് ശുപാർശയുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സർലിൻ ദില്ലിയിൽ നിന്നും. സന്തോഷ്, വിവരങ്ങൾ. ഹാരി, ജസ്റ്റിസ് AK മധൂറിന്റെ ചെയർമാനായുള്ള 7ാം പേ കമ്മീഷനാണ് ഇന്ന് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് 7ാം കമ്മീഷൻ റിപ്പോർട്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന 6% വർധനവ് ജീവനക്കാർക്ക് നൽകണം. കൂടാതെ മറ്റ് അലവൻസുകളിലും വർധനവുണ്ടാവും. ഇതുവഴി DA അലവൻസ് നിലവിൽ 138.71% വർദ്ധിക്കുമെന്നും 7ാം കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ 23.55% വർധനവ് DA മറ്റ് അലവൻസുകൾ അടക്കമുള്ളവയിലൂടെ ജീവനക്കാർക്ക് ലഭിക്കും. 4.8 മില്യൺ ഗവൺമെന്റ് ജീവനക്കാരും 5.5 മില്യൺ പെൻഷനേഴ്സുമാണ് രാജ്യത്ത് ആകമാനമുള്ളത്. കൂടാതെ
കേന്ദ്ര സേനയിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 വർദ്ധിപ്പിക്കാനും 7ാം പേ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു, ആവശ്യപ്പെടുന്നു. ഹരി. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. കണ്ണൂരിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെതിരെ എടുത്ത നടപടി ശരിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. CPIM നടത്തുന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണെന്നും സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരുടെയും പിറകെ പോകേണ്ട ആവശ്യം കോൺഗ്രസിനില്ലെന്നും VM സുധീരനും പ്രതികരിച്ചു. അതാത് സ്ഥലത്തെ നേതാക്കന്മാർ അവരാലോചിച്ചെടുക്കുന്ന തീരുമാനം അതിന് പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിൻ്റെതുണ്ടാകും. അതിനകത്ത് യുക്തമായ തീരുമാനം അതാത് തലത്തിലായി എടുക്കുന്നത്. വിമതനുമായി വളരെയേറെ തവണ ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി. പക്ഷേ യഥാർത്ഥമായ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് അവസാന നിമിഷത്തിലും ഒരു പാർട്ടിക്കും നടപ്പിലാക്കാൻ സാധിക്കാത്ത വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് CPM-നെ പിന്തുണയ്ക്കാനുള്ള ഒരു വഴിയൊരുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ശ്രീ K. സുധാകരനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സമിതിയിലെ അംഗമായ ശ്രീ സുധാകരൻ വളരെ ന്യായമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പൂർണ്ണമായ സഹകരണമാണ് ആ കമ്മിറ്റിക്ക് നൽകിയത്. കണ്ണൂരിൽ പാർട്ടി എടുത്ത നിലപാട് 100% ശരിയാണ്. പാർട്ടിക്ക് വിമതന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പാർട്ടി എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചുമതല. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ ഉണ്ടായ സംഭവം. പക്ഷെ പാർട്ടി എടുത്ത തീരുമാനം ശരി തന്നെയാണ്. പാർട്ടിക്ക് അങ്ങനെ റിബലായി നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അവിടെ കണ്ണൂർ DCC ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. മന്ത്രി KC ജോസഫിന്റെ നേതൃത്വത്തിൽ KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി അന്തിമ നിമിഷം വരെ ചർച്ചകൾ നടത്തിയതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം 100% ശരിയാണ്. കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം, ചോറോട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ RMP UDF സഖ്യം. ഒഞ്ചിയം പഞ്ചായത്തിൽ UDF പിന്തുണയോടെ RMPക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ചോറോട് പഞ്ചായത്തിൽ RMP പിന്തുണയിൽ UDFന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടി. ഒഞ്ചിയത്ത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. UDF പിന്തുണയോടെ RMP പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കി. ആകെയുള്ള 17 സീറ്റുകളിൽ CPIM-ന് 7ഉം RMPക്ക് 6ഉം UDFന് 4ഉം അംഗങ്ങളാണ് ഉള്ളത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസിന്റെയും ജനതാദൾ യുവിന്റെയും അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങൾ വോട്ട് നൽകിയതോടെ RMPയിലെ കവിത 8 വോട്ട് നേടി പഞ്ചായത്ത് പ്രസിഡന്റായി. RMP UDFന്റെ B ടീമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായി CPIM നേതാവ് VP ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായാണ് UDFുമായി സഖ്യത്തിലേർപ്പെട്ടതെങ്കിൽ ആ സഖ്യം മറന്നീക്കി പരസ്യമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM-നെതിരായി എല്ലാ കുൽസിർ പ്രവൃത്തിയും നടത്തിയിട്ടുള്ള RMP ഇപ്പോൾ പരസ്യമായി UDFുമായി ബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് UDFന്റെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒഞ്ചിയത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ UDF പിന്തുണ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ RMP നേതൃത്വം തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത: ഞങ്ങൾ ഇതുവരെ ആരുടെയും UDFന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷം മുഖ്യധാര CPM പറയുന്ന ഒരു കാര്യം തന്നെയാണ്, കോൺഗ്രസിന്റെ B ടീമാണ്, കോൺഗ്രസിന്റെ കൂടെയാണെന്നൊക്കെ. ഇതൊന്നും ഒരു പുതുമയില്ല. മനസാക്ഷിക്കനുസരിച്ചാണ് തങ്ങൾ RMPക്ക് വോട്ട് നൽകിയതെന്നായിരുന്നു ലീഗ് അംഗങ്ങളുടെ വിശദീകരണം. ഒഞ്ചിയത്തെ സഹായത്തിന് പ്രത്യുപകാരമായി ചോറോട് പഞ്ചായത്തിൽ RMP UDFന് വോട്ട് നൽകി. LDFും UDFും 9 സീറ്റുകളോടെ സമാസമം നിന്ന ചോറോട് പഞ്ചായത്തിൽ RMPയുടെ 2 വോട്ടുകൾ ലഭിച്ചതോടെ UDFിലെ KK നളിനി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കനത്ത സുരക്ഷയുടെ നടുവിലായിരുന്നു ഒഞ്ചിയത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. RMP ഇരു മുന്നണികൾക്കും ബദലാണ് എന്ന നേതൃത്വത്തിന്റെ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. RMP UDF ബന്ധം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് ഏറെ വേർക്കേണ്ടി വരും. ഒഞ്ചിയത്ത് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ. ഷീന ബോറ വധക്കേസിൽ പീറ്റർ മുഖർജിയെ അറസ്റ്റ് ചെയ്തു. ഷീനയുടെ അമ്മയും കേസിലെ മുഖ്യപ്രതിയുമായ ഇന്ദ്രാണി മുഖർജിയുടെ ഭർത്താവാണ് പീറ്റർ മുഖർജി. CBI ആണ് പീറ്റർ മുഖർജിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇന്ദ്രാണിയെയും മറ്റ് 2 പേരെയും പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. മുംബൈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് വൈകിട്ടോടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്.
പോലീസ് നിയമന തട്ടിപ്പ് കേസ് പ്രതി ശരണ്യയെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പിയോട് പ്രതികാര നടപടി. നിയമന തട്ടിപ്പിൽ കേസെടുത്ത കായംകുളം ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റി. ആഭ്യന്തരമന്ത്രിക്ക് പങ്കുള്ളതായി പ്രതി ശരണ്യ മൊഴി നൽകിയിരുന്നു. പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി ശരണ്യയെ അറസ്റ്റ് ചെയ്ത കായംകുളം ഡിവൈഎസ്പിയെയാണ് മാറ്റിയത്. ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കി കഴിഞ്ഞ ദിവസം ശരണ്യ ഹരിപ്പാട് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി പുറത്തുവന്നിരുന്നു. ഇതിനുശേഷമാണ് ആഭ്യന്തര വകുപ്പ് ഡിവൈഎസ്പിക്കെതിരെ നടപടിയെടുത്തത്. ശരണ്യയെ പിടികൂടി 5 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് ശരണ്യ കോടതിയിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ രഹസ്യമൊഴി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ശരണ്യയുടെ അറസ്റ്റോടെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഡിവൈഎസ്പിക്കെതിരെ നടപടിയുണ്ടായത്. അതേസമയം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് പ്രതികളെ രക്ഷപ്പെടുത്താനാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള കൊളീജിയം സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പരിഷ്കാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചാൽ മതിയെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോഹത്ഗി വ്യാഴാഴ്ച അറിയിച്ചു. ബീഹാറിൽ നാളെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 243 സീറ്റുകളിൽ 178 നേടിയാണ് JDU RJD നയിക്കുന്ന മഹാസഖ്യം അധികാരത്തിൽ എത്തുന്നത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. BJP ഇതര നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് നിതീഷ് കുമാർ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങിൽ പങ്കെടുക്കും. എറണാകുളത്തെ അൽ ഷിഫ ആശുപത്രി പൈൽസ് ചികിത്സാ രംഗത്ത് 100 കോടി രൂപ മുതൽ മുടക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാജഹാൻ യൂസഫ് സാഹിബ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചികിത്സയ്ക്കും ഗവേഷണത്തിനുമായി ഈ തുക വിനിയോഗിക്കും. രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമായി ആധുനിക പൈൽസ് രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്നിധാനത്തും പമ്പയിലും ഇന്നലെ മണിക്കൂറുകൾ പെയ്ത ശക്തമായ മഴ തീർത്ഥാടനത്തെ ബാധിച്ചു. പമ്പ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് ഭക്തജനങ്ങളിൽ ആശങ്ക പരത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങി രാത്രി വൈകിയും സന്നിധാനത്തും പമ്പയിലും തുടർച്ചയായി പെയ്ത മഴയാണ് തീർത്ഥാടകരെ വലച്ചത്. ശക്തമായ മഴയിൽ പമ്പ നദിയുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പമ്പ ത്രിവേണിയിൽ പാർക്ക് ചെയ്തിരുന്ന തീർത്ഥാടകരുടെ നിരവധി വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി. മഴ കനത്തതോടെ തീർത്ഥാടകരുടെ വാഹനങ്ങളെ മണിക്കൂറുകളോളം നിലയ്ക്കലിൽ തടഞ്ഞിട്ടു. തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന തീർത്ഥാടകർ തിമിർത്തു പെയ്ത മഴയിൽ നനഞ്ഞു കുതിർന്നു. ഇതിനിടയിൽ വനത്തിനുള്ളിൽ തീർത്ഥാടകർ കുടുങ്ങിയതായുള്ള വാർത്ത വരുന്നു. സന്നിധാനത്തു നിന്നും 8 കിലോമീറ്റർ അകലെ കുന്നാർ ഡാമിൽ ഭക്ഷ്യധാന്യങ്ങളുമായി പോയ തൊഴിലാളികളിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് 20 അടി താഴ്ചയിലേക്ക് വീണു. ഇവരെ തിരച്ചിലിനൊടുവിൽ ദുരന്ത നിവാരണ സേന സാഹസികമായി രക്ഷപ്പെടുത്തി പുലർച്ചെയോടെ സന്നിധാനത്തെത്തിച്ചു. വളരെ ഭയങ്കര മഴ പെയ്യുന്ന നല്ല വെള്ളവും അത് സ്ലിപ്പാവുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരാൾക്ക് നടന്നു പോകുന്ന ഒരു റൂട്ടേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടുന്ന് കൊണ്ടുവരാൻ സ്ട്രെച്ചറെ കൊണ്ടുവരാൻ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് പെട്ടത്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. എനിവേ സേഫായിട്ട് റിസ്ക് ചെയ്യാൻ പറ്റി. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പമ്പയിൽ ജലനിരപ്പ് ഉയരുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം VJ വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, ശബരിമല.